ഹലോ, ഇന്ന് നമ്മുടെ കൃതിയയ്ക്ക് അംഗനവാടി പോകണ്ടാത്തതുകൊണ്ട് ഇതാ കൃതിയുടെ മുടി വെട്ടിക്കാൻ വേണ്ടി ചേട്ടൻ കൊണ്ടുപോവാണ്. ഞാൻ പോകണ്ട കേട്ടോ, അവർ കാറിലാണ് പോകുന്നത്. ഇവിടുന്ന് പോയിട്ട് പിന്നെ കാറിൽ കയറി അങ്ങ് പൊക്കോളും, ഞാൻ പോകണ്ട. ചേട്ടനാണ് സ്ഥിരമായിട്ട് കൃതികനെ മുടി വെട്ടിക്കാൻ കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ കൃതിക പോയ സമയം കൊണ്ട് ഇതെന്റെ അച്ചാച്ചനും അമ്മച്ചിയാണ് കേട്ടോ. എൻ്റെ ഷോർട്സിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് എന്താണെന്ന് വെച്ചാൽ എന്നെ കാണാനും, പിന്നെ എന്നെ കാണാനാണ്, ഇവിടുത്തെ അച്ഛനെ കാണാനും, പിന്നെ നമ്മുടെ കൃതിയെക്കുട്ടി അംഗനവാടി പോയിട്ട് കാണാൻ പറ്റിയില്ല. കൃതിയേനെയും കാർത്തിക്കിനെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനത്തെ പിന്നെ അവരെ കണ്ടു കഴിയുമ്പോൾ ഈ കൊച്ചു കുട്ടികൾക്കായാലും കാണുമ്പോൾ ഒരു ഇളക്കം ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ കൃതികത മുടി കെട്ടിയിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇളക്കവും ഡാൻസും ഒക്കെ ആയിരുന്നു. പിന്നെ അച്ഛനും കൂടെ അവരുടെ കൂടെ കാര്യം പറയാനിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അവർക്ക് കുറച്ച് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ചെറുപ്പിന് പോയപ്പോൾ വാങ്ങിച്ച മറ്റേ ഈ സംഭവം കീക്കി, കൃതിക ദാ ഇതൊക്കെ കയ്യിൽ വെച്ച് അവരെ ഇതിങ്ങനെ ഞെക്കണം, ഇതങ്ങനെ ഞെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവര് വല്ലപ്പോഴും അല്ലേ വരാറുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവര് വന്നപ്പോഴത്തേക്കും. പിന്നെന്താ, അവര് വരുന്നത് നേരത്തെ അറിയാഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് ഫുഡൊന്നും കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ചേട്ടൻ പോയി ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ പിന്നെ അച്ചാച്ചനും അമ്മച്ചിക്കും ബിരിയാണി കൊടുത്തു, ഞങ്ങളും കഴിച്ചു കേട്ടോ. പിന്നെന്താ, അമ്മച്ചിക്ക് കുറെ നടക്കാൻ പറ്റത്തില്ലേ, ഇച്ചിരി പ്രായമായ ആൾക്കാരല്ലേ, അതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ അധികം വരാത്തത്. അത് കഴിഞ്ഞ് പിന്നെ അവര് വൈകുന്നേരം ആയപ്പം ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ പോയപ്പോൾ നോക്കുമ്പോൾ അച്ഛൻ ഈ ടീപ്പോ എന്തോ പോയതൊക്കെ സെറ്റാക്കി എടുക്കുമായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മുടെ കൃതിയെ കുളിപ്പിച്ച് ഇത് റെഡിയാക്കി നിർത്തി. വൈകിട്ടത്തെ കുളി കഴിഞ്ഞ് കൃതിയെ ഇങ്ങനെ റെഡിയായി എനിക്ക് ടാറ്റയൊക്കെ തന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഹരിപ്പാട് വരെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചേട്ടൻ പറഞ്ഞു പെട്ടെന്ന് റെഡിയാവും, നമുക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താണ്ട് റെഡിയായി. ഡ്രസ്സിൻ്റെ ലിങ്ക് ഒന്നും ചോദിക്കേണ്ട, ഇത് ഞാൻ കടയിൽ പോയി വാങ്ങിച്ചതാണ് ഗൈസ്. അങ്ങനെ പിന്നെ കൃതികേനെ കൂട്ടിയിട്ട് നമ്മൾ പോവാണേ. കാറിലിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങൾ ഇടാറുള്ള എക്സ്പ്രഷൻസ് ഒക്കെ കുറച്ചിട്ട്, ഒത്തിരി ഇട്ടില്ല. ഉച്ചക്കത്തെ യാത്ര ആയതുകൊണ്ട് എൻ്റെ കിളി ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പിന്നെ പോയ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മുരളി ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വാഴയിലയിലാണ് തരുന്നത് കേട്ടോ. പ്ലേറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ആ വാഴയിലയിലാണ് അവർ ഫുഡ് സെർവ് ചെയ്യുന്നത്. പൊറോട്ടയും ബീഫ് കറിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ എന്താണ്ട് ഇരുന്ന് കഴിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. എനിക്ക് ബിരിയാണിയോട് എന്തോ, മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയം തൊട്ട് എനിക്ക് ബിരിയാണിയോട് വലിയ വെറുപ്പാണ്. കൃതിയെ പിന്നെ ദാണ്ട് കുറെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാർത്തിക്കിന് ചെറിയൊരു പനിയുടെ ലക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് കറങ്ങി നേരെ തോട്ടപ്പള്ളി റിലീഫിൽ പോയി കാർത്തിക്കിന് മരുന്നൊക്കെ വാങ്ങിക്കാൻ പോയതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ വെയിറ്റ് നോക്കുന്ന സംഭവത്തിൽ രണ്ടുപേരും കൂടെ കയറി നിൽക്കും. കുപ്പിയുടെയും അവരുടെ എല്ലാം വെയിറ്റും ഒക്കെ നോക്കി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയത്തുള്ള യാത്ര ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ല. എന്തായാലും മൈഗ്രെയിൻ ഒന്നും വന്നില്ല, ഞാൻ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഒരു മിൽക്കി ബാർ വാങ്ങിച്ചത് കൃതിയേക്ക് കൊടുത്തിട്ട് ഞങ്ങൾ കൊച്ചു ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.